നമസ്കാരം. ആദ്യമായി സ്വാഗത പുസ്തകമാണ്. സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ വിഷ്ണു ഗുരുക്കളെ ക്ഷണിക്കുന്നു. മഹത് വ്യക്തികൾക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എൻ്റെ പ്രിയ ശിഷ്യഗണങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ദീപാലിക കളരിപ്പയറ്റിൻ്റെ 30 വർഷത്തെ 30-ാം വർഷത്തെ വാർഷിക ആഘോഷവും അതിനോടനുബന്ധിച്ച് നമ്മൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന പുസ്തക വിതരണത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു സാംസ്കാരിക സമ്മേളനവും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു എന്താ പറയുക ഒരു ഏകീകരണം ഇല്ലാതെയും ഇത് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകാതെ വരുന്നതിൻ്റെ ഒരു ഘടകം അതാണ്. കാര്യം അതിന് ഞങ്ങൾ അങ്ങേയറ്റം അതിനുവേണ്ടി കോമൺവെൽത്ത് ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. എല്ലാം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ അതിന് ശ്രമിച്ചിരിക്കുന്നു. ഒരു പരിധിവരെ അതിനൊരു അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു. ഗുരു എന്ന വാക്ക്, ഗുരു എന്താണ്? ഇവിടെ ഇരിക്കുന്ന ഈ വേദിയും ക്ലാസ്സിലും എല്ലാം ഉള്ള ഗുരുക്കന്മാരുണ്ട്. എന്താണ് ഗുരു? അപ്പൊ ഗുരുവിനെ നമ്മൾ കാണുന്നത് എന്താണ്? എങ്ങനെയാണ് ഗുരുവിനെ നമ്മൾ കാണുന്നത്? ഗുരു എന്ന ആ അക്ഷരം, ഗു എന്ന ആ അക്ഷരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രു എന്ന അക്ഷരം. നമുക്കറിയാവുന്നതുപോലെ കളരി ഉൾപ്പെടെയുള്ള മാർഷ്യൽ ആർട്സുകളിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ ദിവസവും പങ്കെടുക്കുന്ന ഗെയിംസുകളിൽ നിന്നും അത്ലറ്റിക്സിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെയുള്ള മാനസികവും ശാരീരികവുമായ ആനന്ദവും അതിലുപരി ആരോഗ്യവുമാണ്. ഞാൻ കണ്ടിട്ടില്ല, ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. കങ്കാളി ആശാന്റെ പേരുണ്ടാവും. ലാൽ എന്ന് പറഞ്ഞ ആശാൻ ഞാൻ ഫസ്റ്റ് കളരി പഠിക്കാൻ പോയി ചെയ്യുന്നത്. അപ്പൊ കളരി പഠിക്കാൻ ചെന്നപ്പോൾ ആശാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നീ അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു, അടുത്ത ഒരു ദിവസം വരാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞ ആ ഡേറ്റിൽ തന്നെ ഞാൻ ചെന്ന് അപ്പം ആശാൻ പറഞ്ഞു ഇന്ന് നേരം നിൽക്കണ്ട, ഇന്ന് സമയം കഴിഞ്ഞു, അടുത്തൊരു ദിവസം വരാൻ പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ ചെന്നപ്പോൾ പിന്നെ ഒരു ദിവസം കൂടെ നടത്തിച്ചു. ഞാൻ ഈ പറഞ്ഞ കൃത്യസമയത്ത് ഞാൻ അവിടെ ചെന്നപ്പോഴാ പറഞ്ഞ നിനക്ക് ഇത് ആവശ്യമുള്ളവർക്കാണ്, അതാണ് നീ പറഞ്ഞ ടൈമിനൊക്കെ ഇവിടെ വന്നതെന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ പിള്ളേര് അച്ഛനമ്മമാര് വഴക്ക് കൂട്ടാനും കളരി വരത്തില്ല. എല്ലാ കലകളും തുടങ്ങുന്നത് ഏതൊരു ആയോധന കലകളാണെങ്കിൽ പോലും കരാട്ടെ കുംഫു ഒക്കെ തുടങ്ങിയാലും അതിലൊരു ആദ്യം ഒരു ദൈവത്തെ വണങ്ങിക്കൊണ്ട് നടത്തുന്ന ഒരു കലയാണ്. അതിന് ഏറെ പ്രസക്തിയുള്ള കലയാണ്. പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക.